ഒമാനിൽ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് വാർത്ത. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിന് മുകളിൽ ആണ് 2 ഡ്രോണുകൾ വന്നത്. അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായിട്ട്. സുരേഷ്, കഴിഞ്ഞ ദിവസത്തെ അത്ര കനത്ത നിലയിൽ അല്ലെങ്കിൽ പോലും ഇന്നും ഇടവിട്ട് ഗൾഫ് മേഖലയിലെ പലയിടങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇന്നത്തെ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ പരക്കെയുള്ള ഒരു ആക്രമണം എവിടെയും ഉണ്ടാകുന്നില്ല. പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഓരോ ലക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് ഓയിൽ ടാങ്കർ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് ഷിപ്പാണെങ്കിലും അങ്ങനെ, അതോടൊപ്പം തന്നെ ഈ റിഫൈനറികൾ, അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ ദിവസം പറഞ്ഞത് ഒമാന്റെ ആക്രമണത്തെ കുറിച്ചാണ്. ഒമാന്റെ ദോഫാർ ഗവർണറേറ്റിൽ സലാലയിലാണ് 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടത്. ആർക്കും പരിക്ക് ഇല്ല എന്നും ഒമാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണങ്ങളെ ശക്തമായിട്ട് അപലപിക്കുന്നു. ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഒമാന്റെ ഭാഗത്തും ഇത്തരം നടപടി ഉണ്ടായത് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം, വാർത്താ ബ്രീഫിംഗ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കൃത്യമായും രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വിശദീകരിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നൽകുന്നത് മാധ്യമങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വളരെ ആശങ്ക അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ ഒരു പിൻവാങ്ങൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റുകൾ യൂറോപ്പിലടക്കം ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്നത് ഇൻഷുറൻസ് കമ്പനികൾ ഈ ചരക്ക് കപ്പലുകൾക്കുള്ള വാർ ഇൻഷുറൻസ് എന്ന പരിരക്ഷ അത് റദ്ദാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ഇന്ധന ടാങ്കറുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇറാൻ്റെ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സേവനം അത് നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഒപ്പം തന്നെ ജോർദാനിലേക്കും ജെറുസലേമിലേക്കും ലക്ഷ്യം വെച്ച 4 ഇറാനിയൻ മിസൈലുകൾ പ്രതിരോധിക്കപ്പെട്ടു അല്ലെങ്കിൽ തടയപ്പെട്ടു എന്ന വിവരം കൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഖത്തർ എനർജി അവരുടെ പ്രൊഡക്ഷൻ, ഇന്ധന ഉൽപ്പാദനം കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന വിവരവും ഇപ്പോൾ പുതുതായി വരുന്നുണ്ട്.